പ്രിയപ്പെട്ട കുട്ടികളെ, മലയാളത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ 2 പ്രവർത്തനങ്ങൾ ചെയ്തു വരാൻ പറഞ്ഞിരുന്നു. അതിൽ ഒരു പ്രവർത്തനം മേഘങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ഭാവനാത്മകമായ നിരീക്ഷണങ്ങൾ തയ്യാറാക്കാനായിരുന്നു. എല്ലാവരും തയ്യാറാക്കിയിട്ടുണ്ടല്ലോ? എനിക്ക് ഗോപിക കൃഷ്ണൻ എന്ന കുട്ടി അയച്ചു തന്ന മേഘവുമായി ബന്ധപ്പെട്ട നിരീക്ഷണക്കുറിപ്പ് നമുക്കൊന്ന് പരിചയപ്പെടാം. മേഘങ്ങളോടൊത്ത് എവിടെ അവസാനിക്കുമെന്നറിയാതെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ആകാശം, അതേപോലെ എൻ്റെ മനസ്സിൽ എന്നും ഒരു അത്ഭുതമായി മാറിയിരുന്ന മേഘങ്ങൾ. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കയ്യെത്താ ദൂരത്ത് കിടക്കുന്ന ഒരു വലിയ സംഭവം. പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഈ മേഘങ്ങളുടെ മേലെ ഒരു വലിയ വീടുണ്ടാക്കി അവിടെ തന്നെ താമസിക്കാൻ എന്തുകൊണ്ടാണ് ആരും ശ്രമിക്കാത്തതെന്ന്. ഇതൊരു യുക്തിക്ക് നിരക്കാത്ത ചോദ്യമാകാം. എങ്കിലും അതിന് സാധിച്ചിരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായും മേഘങ്ങളുടെ മേലെ ഒരു വീടും വെച്ച് കുടുംബമായി അവിടെ സെറ്റിലായേനെ. എൻ്റെ ഭാവനയിൽ ആകാശം വഴിയറിയാതെ കിടക്കുന്ന ഒരു കടലാണ്. മേഘം അതിൻ്റെ തിരമാലകളും. മനസ്സിൻ്റെ തീക്ഷ്ണമായ ചൂടിലും മേഘങ്ങളാണ് എനിക്ക് സ്വാന്തനമായി വന്നത്. പലപ്പോഴും മേഘങ്ങളെ നിരീക്ഷിക്കുമ്പോൾ എനിക്കവ ആനയായും സിംഹമായും നാം ആരാധിക്കുന്ന ദൈവങ്ങളായുമെല്ലാമാണ് തോന്നാറ്. ഇടയ്ക്ക് ഞാൻ മേഘങ്ങളിൽ ചില രൂപങ്ങൾ കണ്ടാൽ നാം ആരെയാണോ കൂടുതൽ ഓർക്കുന്നത് അവരാണെന്ന് പോലും എനിക്ക് എൻ്റെ ആ ചെറിയ പ്രായത്തിൽ തോന്നിയിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഞാൻ മേഘത്തെ വീക്ഷിച്ച ഏറ്റവും നല്ല ഇടം എൻ്റെ LP സ്കൂളാണ്. അന്ന് രാവിലെ ഞാൻ ഗ്രൗണ്ടിലേക്ക് പോയി ആകാശത്തേക്ക് നോക്കി നിന്നു. പൂത്തുലഞ്ഞു നിൽക്കുന്ന പാലപ്പൂക്കൾ പോലെ പുഞ്ചിരിച്ചു നിൽക്കുന്നുണ്ടാകും മേഘം. ചുറ്റുപാട് മറന്ന് ഒരു നിമിഷം ഞാൻ ആ കാഴ്ചയിൽ ലയിച്ചു പോകും. കണ്ണുകളിലേക്ക് പല പല രൂപങ്ങൾ വേഗം കടന്നു പോകും. അവയോടൊപ്പം ഞാനും ഏതോ ഒരു സുന്ദര ലോകത്തിലേക്ക് ഒഴുകുകയായിരുന്നു. ആ കാഴ്ച മുഴുവൻ ആസ്വദിക്കാൻ രാവിലെ എനിക്ക് കഴിഞ്ഞില്ല. ഉച്ചയ്ക്ക് വളരെ തിടുക്കത്തോടെ ഞാൻ മേഘങ്ങളെ വീക്ഷിക്കാൻ തുടങ്ങി. എന്നാൽ സൂര്യൻ ആ മേഘത്തെ എന്നിൽ നിന്നും മറയ്ക്കുകയായിരുന്നു. ഞാൻ ക്ലാസ്സിലേക്കുള്ള കോണിപ്പടികൾ കയറി. മുകളിൽ നിന്ന് ഞാൻ മേഘങ്ങളെ നിരീക്ഷിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് മേഘം കറുത്തു തുടങ്ങിയത്. തൂണിൽ പിടിച്ചിരുന്ന എൻ്റെ കയ്യിലേക്ക് ഒരു മഴത്തുള്ളി ഉറ്റി വീണു. മേഘങ്ങൾ കരയുകയാണോ എന്നോർത്ത് ഒരു നിമിഷം ഞാൻ നിശബ്ദയായി. ഒരു തുള്ളി പിന്നീട് അനേകം തുള്ളികളായി മാറി. എൻ്റെ മനസ്സിൽ മേഘങ്ങൾ ഒരു സ്വപ്നമാണ്. ഞാൻ ആകെ കണ്ട ഒരു സുന്ദരമായ സ്വർഗമാണ്. കേട്ടല്ലോ, ഇതുപോലെയായിരിക്കും നിങ്ങളും തയ്യാറാക്കിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. കാര്യങ്ങൾ നിങ്ങൾ എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നറിയാനായി ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഉത്തരം പറയാൻ നിങ്ങൾ തയ്യാറാണല്ലോ? ഒന്നാമത്തെ ചോദ്യം, KP അപ്പന് മേഘം എങ്ങനെയെല്ലാമാണ് അനുഭവപ്പെട്ടത്? ഉത്തരം നിങ്ങൾ പറയണം. പറഞ്ഞോളൂ. അതെ, കറുത്ത സിംഹമായി. അതെ, നീലക്കാർ പർവ്വതമായി. അതെ, ഏകാഗിയായ കാർമുകിലായി. KP അപ്പന് കാർമുകിൽ പ്രചോദനത്തിൻ്റെ നീലക്കാറായി മാറുന്നു എന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? അതെ, മഴക്കാറിനെ നോക്കി നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിന് ഒരു പുതിയ ഉണർവ് ലഭിക്കുകയും ഒരുപാട് ആശയങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നു നിറയുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. മാത്രമല്ല, അത് അദ്ദേഹത്തിന് എഴുതാനുള്ള താല്പര്യമുണ്ടാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് കാർമുകിൽ പ്രചോദനത്തിൻ്റെ നീലക്കാറാണെന്ന് KP അപ്പൻ പറയുന്നത്. മേഘത്തെപ്പോലെ ഏകാഗി എന്ന കൽപ്പന ആരുടേതാണ്?
ഐ വാണ്ടഡ് ലോൺലി ആസ് എ ക്ലൗഡ്. ഈ കൽപ്പന ആരുടേതാണ്? അതെ, വില്യം വേർഡ്സ്വർത്ത്. മേഘത്തെപ്പോലെ ഏകാഗി എന്ന വരി ഏത് കവിതയിലേതാണ്? അതെ, ഡാഫോഡിൽസ്. മേഘം ദൈവത്തിൻ്റെ തേരാണെന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? അതെ, വില്യം ബ്ലേക്ക്. മേഘം ഘനീഭവിച്ച മഴയാണ് എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ശരിയാണ്, മേഘമാണ് മഴയായി പെയ്യുന്നത്. മഴ കട്ടയായതാണ് മേഘം. ഇങ്ങനെ ലോകത്തെല്ലായിടത്തുമുള്ള കവികളും എഴുത്തുകാരും മേഘത്തെ പല രീതിയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. എത്രയെത്ര മനോഹരമായ കൽപ്പനകൾ, എത്രയെത്ര ജീവനുള്ള ചിത്രങ്ങൾ. സുഹൃത്തായി, ദൂതനായി, കാടായി, പറന്നകലുന്ന കിളിക്കൂട്ടങ്ങളായി മനുഷ്യഭാവങ്ങളെ എല്ലാ തീവ്രതയോടെയും ആവിഷ്കരിച്ചിരിക്കുന്നു അല്ലേ? ഇനി നമുക്ക് പാഠത്തിൻ്റെ ബാക്കി ഭാഗത്ത് KP അപ്പൻ എന്താണ് പറയുന്നതെന്ന് നോക്കാം. മേഘങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ദുരൂഹത ഭൂതകാല മനസ്സിന് ഒരു പ്രശ്നമായിരുന്നു. അരിസ്റ്റോഫനീസിൻ്റെ മേഘങ്ങൾ വായിച്ചതോർക്കുന്നു. സോക്രട്ടീസിൻ്റെ ദൈവനിന്ദയെ വിമർശിക്കാനും അദ്ദേഹത്തിൻ്റേത് ന്യായരഹിതമായ വാദങ്ങളാണെന്ന് സമർത്ഥിക്കാനും വേണ്ടിയാണ് അരിസ്റ്റോഫനീസ് മേഘങ്ങൾ എന്ന കോമഡി എഴുതിയത്. ആ നാടകത്തിൽ മേഘങ്ങളുടെ ഉജ്ജ്വലമായ സംഘഗാനം നാം കേൾക്കുന്നു. കാറ്റും കൊടുങ്കാറ്റും അവ്യവസ്ഥയും കൊണ്ടുവരുന്നത് മേഘങ്ങളാണെന്ന് പറയുന്നു. കാറ്റും മഴയും കൊണ്ടുവരുന്നത് സ്യൂസ് അല്ല, മേഘങ്ങളാണെന്ന് സോക്രട്ടീസ് പറയുന്നു. മേഘങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് അത് ഊർജ്ജം മൂലമാണെന്ന് സോക്രട്ടീസ് മറുപടി പറയുന്നു. സ്യൂസ് അല്ല, ദിനോസ് എന്ന സൂക്ഷ്മവസ്തുവാണ് മേഘത്തെ സൃഷ്ടിക്കുന്നതെന്നായിരുന്നു സോക്രട്ടീസിൻ്റെ വാദം. സോക്രട്ടീസിനെ കളിയാക്കാൻ വേണ്ടി തന്നെയാണ് ഇതൊക്കെ അവതരിപ്പിക്കുന്നത്. എന്നാൽ ഇതിന് പ്രേരണയായി തീർന്നത് മേഘങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ദുരൂഹതയായിരുന്നു. പ്രാചീന കാലത്തിലെ കവികൾ മാത്രമല്ല, നാടകകൃത്തുക്കളും അനിർവചനീയതയെ വിഷയമാക്കിയിരുന്നത് മേഘങ്ങളിലൂടെയാണ്. എല്ലാവരും വായിച്ചല്ലോ. ആരാണ് മേഘങ്ങൾ എന്ന കോമഡി രചിച്ചത്? അതെ, അരിസ്റ്റോഫനീസ്. ആരായിരുന്നു അരിസ്റ്റോഫനീസ്? ലോകമറിയപ്പെടുന്ന ഗ്രീക്ക് നാടകകൃത്താണ് അരിസ്റ്റോഫനീസ്. പുരാതന ഏതൻസിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. യൂറോപ്യൻ രാജ്യമായ ഗ്രീസിൻ്റെ തലസ്ഥാനമാണ് ഏതൻസ്. വളരെ മുമ്പ് തന്നെ ഗ്രീക്ക് സാഹിത്യം ശക്തമായിരുന്നു. അന്ന് പ്രധാനമായും ഉണ്ടായിരുന്നത് കാവ്യങ്ങളും നാടകങ്ങളുമായിരുന്നു. പ്രധാനമായും 2 വിഭാഗം നാടകങ്ങളാണ് അന്നുണ്ടായിരുന്നത്: ട്രാജഡിയും കോമഡിയും. ദുരന്ത പര്യവസായിയായ നാടകങ്ങൾ ട്രാജഡിയും സന്തോഷകരമായ അവസ്ഥയിൽ അവസാനിക്കുന്ന നാടകങ്ങൾ കോമഡിയുമായിരുന്നു. ഇന്നും നാം കോമഡി എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നതല്ല അന്നത്തെ കോമഡി നാടകങ്ങൾ. ഇന്നു നാം തമാശയാണ് കോമഡി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്നാൽ അന്നത്തെ കോമഡി നാടകങ്ങൾ തമാശയല്ല, മറിച്ച് ശുഭാന്ത്യ നാടകങ്ങളായിരുന്നു. ഷേക്സ്പിയറിൻ്റെ കിങ് ലിയർ, ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര, മാക്ബത്ത്, ഒഥല്ലോ തുടങ്ങിയവ ട്രാജഡി നാടകങ്ങൾക്ക് ഉദാഹരണമാണ്. ആസ് യു ലൈക്ക് ഇറ്റ്, ദി ടെമ്പസ്റ്റ്, ദി മെർച്ചൻ്റ് ഓഫ് വെനിസ്, ടു ജെന്റിൽമെൻ ഓഫ് വെറോണ തുടങ്ങിയവ കോമഡി നാടകങ്ങൾക്ക് ഉദാഹരണമായി പറയാവുന്നതാണ്. കോമഡിയുടെ പിതാവെന്നാണ് അരിസ്റ്റോഫനീസിനെ വിശേഷിപ്പിക്കുന്നത്. എന്തായിരുന്നു അരിസ്റ്റോഫനീസ് മേഘങ്ങൾ എന്ന നാടകം എഴുതാനുണ്ടായ സാഹചര്യം? എന്തായിരുന്നു? അതെ, സോക്രട്ടീസ് എന്ന ഗ്രീക്ക് ചിന്തകനെ പരിഹസിക്കുന്നതിന് വേണ്ടിയാണ് മേഘങ്ങൾ എന്ന നാടകം അരിസ്റ്റോഫനീസ് രചിച്ചത്. സോക്രട്ടീസിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരായിരുന്നു? നമുക്ക് പുരാതന ഗ്രീസിലേക്ക് പോകാം.
കാലം BC 399. സ്ഥലം ആഥൻസിലെ ഒരു ജയിൽ മുറി. രംഗം ഒരു തടവുകാരന് വിഷം നൽകി വധശിക്ഷ നടപ്പാക്കുന്നു. വിഷം ഹെംബ്ലോക്ക്. കഥാപാത്രം വിരൂപനും വൃദ്ധനുമായ ഒരു തത്വജ്ഞാനി. പേര് സോക്രട്ടീസ്. മരണത്തെപ്പോലും പുഞ്ചിരിച്ചുകൊണ്ട് നേരിട്ട വ്യക്തിയാണ് സോക്രട്ടീസ്. അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും അദ്ദേഹം ചോദ്യങ്ങൾ കൊണ്ട് നേരിട്ടു. ഗ്രീസിൽ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ കൊടുങ്കാറ്റുകൾ സൃഷ്ടിക്കുകയും യുവതലമുറ സോക്രട്ടീസിൽ ആകർഷിക്കപ്പെടുകയും ചെയ്തു. അതോടെ നിലവിലിരുന്ന പല മൂഢവിശ്വാസങ്ങളെയും യുവാക്കൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ എല്ലാം പേരിൽ അന്നത്തെ ഭരണകൂടം അദ്ദേഹത്തെ ജയിലിലടയ്ക്കുകയും വിഷം കൊടുത്ത് കൊല്ലുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം മാത്രമേ ഭരണകൂടത്തിന് ഇല്ലാതാക്കാൻ കഴിഞ്ഞുള്ളൂ. അദ്ദേഹം മുന്നോട്ട് വെച്ച ചോദ്യങ്ങളും ശാസ്ത്രീയമായ വീക്ഷണങ്ങളും ഇന്നും പ്രസക്തമാണ്. ഏത് കാലഘട്ടത്തിലും ആ കാലത്തിന് മുമ്പേ സഞ്ചരിക്കുന്ന ആളുകൾ ചോദ്യം ചെയ്യപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ശാരീരികമായി ഇല്ലായ്മ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത്തരം ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ ചുറ്റിലും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം സോക്രട്ടീസിനെ പരിഹസിക്കുന്നതിനായി അരിസ്റ്റോഫെനീസ് മേഘങ്ങൾ എഴുതിയത്? അതെ, മേഘത്തെക്കുറിച്ച് ആ കാലത്ത് നിലവിലുണ്ടായിരുന്ന യുക്തിസഹമല്ലാത്ത വിശ്വാസ പ്രമാണങ്ങളെ സോക്രട്ടീസ് ചോദ്യം ചെയ്തു എന്നുള്ളതാണ്, അല്ലെങ്കിൽ എതിർത്തു എന്നുള്ളതാണ്. അപ്പോൾ അതുവരെ മേഘങ്ങളെക്കുറിച്ച് ഗ്രീക്ക് ജനതയുടെ വിശ്വാസം എന്തായിരുന്നു? അതെ, സ്യൂസ് എന്ന ദേവനാണ് മേഘങ്ങൾ ഉണ്ടാക്കുന്നത് എന്നായിരുന്നു ഗ്രീക്ക് ജനത വിശ്വസിച്ചിരുന്നത്. ഗ്രീക്ക് പുരാണപ്രകാരം ദേവന്മാരുടെ ദേവനും ആകാശത്തിൻ്റെയും ഇടിമിന്നലിൻ്റെയും ദേവനുമാണ് സ്യൂസ്. ഗ്രീക്ക് പുരാണങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ലോകത്തിലെ ഓരോ ജനവിഭാഗത്തിനും അവരുടേതായ പുരാണ സങ്കല്പങ്ങളുണ്ട്. ഇതിഹാസങ്ങൾ കൊണ്ട് നമ്മെ അതിശയിപ്പിക്കുന്ന 2 രാജ്യങ്ങളെ ഈ ലോകത്തുള്ളൂ. ഏതൊക്കെയാണത്? അതെ, ഒന്ന് നമ്മുടെ ഭാരതം തന്നെയാണ്. പിന്നെയോ? അതെ, ഗ്രീസ്. നമ്മുടെ ഭാരതവും ഗ്രീസുമാണ് ലോകത്തിൽ ഏറ്റവും വലിയ ഇതിഹാസങ്ങളുള്ള രാജ്യങ്ങളെന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വേദേതിഹാസങ്ങളും പുരാണങ്ങളും കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഭാരതം. നമ്മുടെ ഇതിഹാസങ്ങൾ ഏതൊക്കെയാണ്? പറയൂ, ഏതൊക്കെയാണ്? അതെ, രാമായണവും മഹാഭാരതവും. രാമായണവും മഹാഭാരതവും കൂടാതെ 108 പുരാണങ്ങളും നമുക്കുണ്ട്. പാശ്ചാത്യ സാഹിത്യത്തിൻ്റെ അടിവേരുകൾ കിടക്കുന്നത് ഗ്രീക്ക് പുരാണങ്ങളിലാണ്. ഗ്രീക്ക് പുരാണത്തിൽ സ്യൂസ് മാത്രമല്ല, ഒട്ടനവധി ദേവന്മാരുണ്ട്. അപ്പോളോ, പ്രോമിത്യൂസ്, ഹെർമസ്, ഈറോസ്, പോസിഡോൺ, ആരസ്, ഇങ്ങനെ ഒരുപാട് ദേവന്മാരെ നമുക്ക് ഗ്രീക്ക് പുരാണത്തിൽ കാണാൻ കഴിയും. ഗ്രീക്ക് പുരാണ കഥാസാഗരം എന്ന കൃതിയിൽ ഈ ദേവന്മാരെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. സ്കൂൾ ലൈബ്രറിയിൽ കാണും. മറക്കാതെ ആ കൃതി നിങ്ങൾ എടുത്ത് വായിക്കണം. ഭാരതീയ പുരാണങ്ങളിലെ ദേവേന്ദ്രൻ്റെ സ്ഥാനമാണ് ഗ്രീക്ക് പുരാണത്തിൽ സ്യൂസ് എന്ന ദേവനുള്ളത്. സ്യൂസ് അല്ല, മേഘങ്ങളാണ് കാറ്റും കൊടുങ്കാറ്റും മഴയും കൊണ്ടുവരുന്നതെന്നും മേഘങ്ങൾ ഉണ്ടാകുന്നത് ഊർജം മൂലമാണെന്നും സോക്രട്ടീസ് വാദിച്ചു. സ്യൂസ് അല്ല, ദിനോസ് എന്ന സൂക്ഷ്മ വസ്തുവാണ് മേഘം സൃഷ്ടിക്കുന്നതെന്ന് സോക്രട്ടീസ് വാദിച്ചു. ഇത് ദൈവനിന്ദയായാണ് അന്നത്തെ സമൂഹം കരുതിയത്. സോക്രട്ടീസിൻ്റെ ദൈവനിന്ദയെ വിമർശിക്കാൻ വേണ്ടി തന്നെയാണ് അരിസ്റ്റോഫെനീസ് മേഘങ്ങൾ എന്ന നാടകം രചിച്ചത്. ഒരുപക്ഷെ
മേഘങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ദുരൂഹതയും ഈ രചനയ്ക്ക് കാരണമായി തീർന്നിരിക്കാം. പ്രാചീന മനുഷ്യന് പ്രപഞ്ചത്തിലെ എല്ലാ പ്രതിഭാസങ്ങളും അത്ഭുതമായിരുന്നു. മേഘം, കാറ്റ്, മഴ, കടൽ, മഞ്ഞ്, ആകാശം, ഇങ്ങനെ തുടങ്ങി എല്ലാ പ്രപഞ്ച പ്രതിഭാസങ്ങളെയും ഒരു പേടിയോടുകൂടിയാണ് പ്രാചീന മനുഷ്യൻ സമീപിച്ചത്. ഇവയുടെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള അജ്ഞതയാണ് മനുഷ്യനുണ്ടായിരുന്നത്. അതുകൊണ്ട് തനിക്ക് പിടികിട്ടാത്തതിനെല്ലാം ദൈവസാന്നിധ്യം കൽപ്പിച്ചു കൊടുക്കുകയാണ് അന്നത്തെ ജനങ്ങൾ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അവർ സ്യൂസ് എന്ന ദേവനാണ് ഇടിയും മിന്നലും ഉണ്ടാക്കുന്നതെന്ന് വിശ്വസിച്ചത്. ഈ പ്രാചീന ബോധമാണ് ഗ്രീക്ക് പുരാണങ്ങളിലും കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അനിർവചനീയമായതിനെ, അതായത് തനിക്ക് നിർവചിക്കാൻ കഴിയാത്തതിനെ ആവിഷ്കരിക്കുന്ന അവസരങ്ങളിൽ എഴുത്തുകാരും കവികളുമൊക്കെ മേഘത്തെപ്പോലെയാണെന്ന് കൽപ്പിക്കുന്നത്. ഈ ആധുനിക കാലത്ത് മേഘങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ദുരൂഹത നമുക്കിടയിലുണ്ടോ? ഇല്ല. നമുക്കറിയാം മേഘങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ശാസ്ത്രീയത. നമുക്ക് മേഘത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ കാണാം. മേഘങ്ങൾ ഭൂമിയുടെ ബാഹ്യാവരണമാണ് അന്തരീക്ഷം. അന്തരീക്ഷത്തിന് വിവിധ പാളികളുണ്ട്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ, അയണോസ്ഫിയർ എന്നിവയാണ് അവ. ഇവയിൽ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ളത് ട്രോപ്പോസ്ഫിയർ ആണ്. മേഘങ്ങൾ കാണുന്നത് ഇവിടെയാണ്. ട്രോപ്പോസ്ഫിയർ ജീവജാലങ്ങളുടെ സംരക്ഷണ പാളിയാണ്. വിവിധതരം വാതകങ്ങൾ, പൊടിപടലങ്ങൾ, ജലകണികകൾ എന്നിവയാണ് ട്രോപ്പോസ്ഫിയറിൽ അടങ്ങിയിട്ടുള്ളത്. എല്ലാ കാലാവസ്ഥാ പ്രതിഭാസങ്ങളും അടങ്ങിയിട്ടുള്ളതും ട്രോപ്പോസ്ഫിയറിൽ തന്നെ. ബാഷ്പീകരണത്തിലൂടെയാണ് അന്തരീക്ഷത്തിൽ നീരാവി എത്തുന്നത്. അന്തരീക്ഷത്തിലെത്തുന്ന നീരാവി ജലകണങ്ങളായി മാറുന്ന പ്രക്രിയയാണ് ഘനീകരണം അഥവാ കണ്ടൻസേഷൻ. ജലകണങ്ങൾ അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളുമായി ചേർന്ന് മേഘങ്ങൾ ഉണ്ടാകുന്നു. തുടർച്ചയായ ഘനീകരണ പ്രക്രിയയുടെ ഫലമായി മേഘങ്ങളിൽ ജലകണികകളുടെ വലിപ്പം കൂടുകയും ഭൂമിയുടെ ആകർഷണ ഫലമായി അവ താഴേക്ക് പതിക്കുകയും ചെയ്യുന്നു. ഇതാണ് നമുക്ക് ലഭിക്കുന്ന മഴ. ആകൃതിയുടെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ 4ആയി തിരിക്കാം. നിംബസ് മേഘങ്ങൾ, ക്യുമുലസ് മേഘങ്ങൾ, സ്ട്രാറ്റസ് മേഘങ്ങൾ, സിറസ് മേഘങ്ങൾ എന്നിങ്ങനെ. വെള്ള നിറത്തിൽ തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നതാണ് സിറസ് മേഘങ്ങൾ. ജെറ്റ് വിമാനങ്ങൾ ഈ മേഘങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആകാശത്ത് വെള്ളവരകൾ ഉണ്ടാകുന്നത് കൂട്ടുകാർ കണ്ടിരിക്കുമല്ലോ. ഏറ്റവും അടിയിൽ കാണുന്ന നിംബസ് മേഘങ്ങളാണ് മഴമേഘങ്ങൾ. മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം നെഫോളജി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മേഘം എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് നാം മനസ്സിലാക്കിയല്ലോ. ശാസ്ത്രബോധമുള്ള ആധുനിക മനുഷ്യന് പോലും മേഘം അത്ഭുതവും കൗതുകവുമാണ്. ഇന്നും നമ്മുടെ കവികൾക്കും എഴുത്തുകാർക്കും മേഘം പ്രചോദനമാണ്. ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് നാം ചർച്ച ചെയ്തത്? ഓർത്തു നോക്കൂ. അതെ, സോക്രട്ടീസ്, അരിസ്റ്റോഫനീസ് മേഘങ്ങൾ എഴുതാനുണ്ടായ സാഹചര്യം, ഗ്രീക്ക് പുരാണം, നമ്മുടെ പുരാണങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തു. ഇനി നമുക്ക് നിങ്ങൾ ചെറിയ ക്ലാസ്സിലായിരിക്കുമ്പോൾ നിങ്ങൾ പഠിച്ച ഒരു പാട്ട് പാടി നോക്കാം. പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. മഴ 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 പെയ്യുന്നു, ഇടിയുടെ ശബ്ദം കേൾക്കുന്നു, മാനത്തപ്പൻ പത്തായത്തിൽ തേങ്ങ പെറുക്കിയിടുന്നല്ലോ, തേങ്ങ പെറുക്കിയിടുന്നല്ലോ. മഴ 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 പെയ്യുന്നു, ഇടിയുടെ ശബ്ദം കേൾക്കുന്നു, മാനത്തപ്പൻ പത്തായത്തിൽ തേങ്ങ പെറുക്കിയിടുന്നല്ലോ, തേങ്ങ പെറുക്കിയിടുന്നല്ലോ. പാട്ട് കേട്ടല്ലോ. ഇനി നമുക്ക് ഈ പാട്ട് ഒന്നിച്ച് പാടിയാലോ? എല്ലാവരും പാടണേ. തയ്യാറല്ലേ?
മഴ 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 പെയ്യുന്നു, ഇടിയുടെ ശബ്ദം കേൾക്കുന്നു. മഴ 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 പെയ്യുന്നു, ഇടിയുടെ ശബ്ദം കേൾക്കുന്നു. മാനത്തപ്പൻ പത്തായത്തിൽ തേങ്ങ പെറുക്കിയിടുന്നല്ലോ, തേങ്ങ പെറുക്കിയിടുന്നല്ലോ. മഴ 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 പെയ്യുന്നു, ഇടിയുടെ ശബ്ദം കേൾക്കുന്നു. പാട്ടിഷ്ടായോ? ശരി, ഇനി നമുക്ക് മേഘം പ്രമേയമായി വരുന്ന കുറച്ച് കടങ്കഥകൾ പരിചയപ്പെടാം. ആകാശത്തൊരു പഞ്ഞിക്കിടക്ക. കണ്ണില്ലെങ്കിലും ഭൂമിയിൽ കണ്ണീർ വീഴ്ത്തും. കാലില്ലാത്തവൻ കൈയില്ലാത്തവൻ ഞാൻ പറന്നു പറന്നു നാടാകെ ഓടി. ഓടും കാലില്ല, പറക്കും ചിറകില്ല, കരയും കണ്ണില്ല, അലറും വായില്ല. ചുണ്ടില്ലെങ്കിലും ചിരിക്കും, കരയും, അട്ടഹസിക്കും. കടങ്കഥകൾ പരിചയപ്പെട്ടല്ലോ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ചെയ്തു വരേണ്ട 2 പ്രവർത്തനങ്ങൾ പറയാം. ഒന്ന്, മേഘവുമായി ബന്ധപ്പെട്ട കടങ്കഥകൾ നിങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മേഘം ഉത്തരമായി വരുന്ന കടങ്കഥകൾ സ്വന്തമായി തയ്യാറാക്കണം. ഒന്നാമത്തെ പ്രവർത്തനം അതാണ്. രണ്ടാമത്തെ പ്രവർത്തനം, മേഘങ്ങളും ആകാശവുമെല്ലാം പ്രമേയമായി വരുന്ന രചനകൾ ശേഖരിക്കുക, ഉചിതമായ ആമുഖക്കുറിപ്പ് ഉൾപ്പെടുത്തി ഒരു പതിപ്പ് തയ്യാറാക്കുക. തയ്യാറാക്കിയ 2 പ്രവർത്തനങ്ങളും നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ പങ്കിടണം. അപ്പോൾ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.